ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ മക്രൂണിനെ മാറ്റി നിർത്തി നല്ലൊരു ഐറ്റം റെഡിയാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇനിയിപ്പോൾ വറുത്തത് എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളമായിട്ടാണ് ഒഴിച്ചെടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചെടുക്കാൻ. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യുമേ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തോളി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ അത് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ ഓരോ സ്റ്റെക്കാക്കി എടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ സ്റ്റിക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവിയിലിട്ട് വേവിച്ചാൻ വേണ്ടിയിട്ട് ഞാനിത് അതുപോലെ പാത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചുകൊണ്ട് ആവി കയറ്റിയാൽ മതി. ഇനി നമുക്ക് ഓരോന്നായി വെച്ചെടുക്കാം. അപ്പോൾ തന്നെ ഞാൻ എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്തപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സൈസിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ടുള്ളൊരു പാത്രം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്താട്ടോ ഇട്ടെടുക്കുന്നത്. ഇനി വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് ഇട്ടെടുക്കുന്നത്. ഇനി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി സവാള കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ക്യാരറ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിൻ്റെ ഉള്ളിലുള്ള കുരു മാറ്റിയിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത അരിപ്പൊടിൻ്റെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ചെടുക്കാം. ഇത് രണ്ടും തയ്യാറാക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്തെടുക്കണം. ഇത് രണ്ടും ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടോ കിട്ടുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർത്തെടുക്കാണ്ട്. അതും കൂടെ ചേർത്തെടുത്ത് നല്ലൊരു ടേസ്റ്റായിട്ടോ കിട്ടുന്നത്. ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തെടുക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തെടുത്താൽ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു തണ്ട് മല്ലിയിലയും കൂടെ ഇട്ടുകൊടുക്കാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് കുട്ടികൾക്ക് നൂഡിൽസ് മക്രോണി അങ്ങനെയൊക്കെ ഉള്ള വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് അരിപ്പൊടി വെച്ച് തയ്യാറാക്കി കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.